ഇപ്പോൾ സ്ഥിരമായിട്ട് ആളുകൾ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, എനിക്കിന്ന് രാവിലെ എനിക്ക് മൂടില്ല, എനിക്കിന്ന് ജോലി പോകണില്ല, എനിക്ക് കുട്ടികൾക്കും ഉണ്ട്, എനിക്കിന്ന് പോകാൻ ഇഷ്ടമല്ല, മൂടില്ല. ഈ മൂടെന്ന് പറഞ്ഞ സംഭവം എന്താണ്? മൂടെന്ന് പറയുന്നത് അതെന്താണെന്ന് നോക്കാം. മൂടിനെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും നമ്മൾ സ്വയം തന്നെയാണ്. നമ്മളാണ് മൂഡ് ഇല്ലാതാക്കുന്നതും ഉണ്ടാക്കുന്നതും. രാവിലെ എഴുന്നേറ്റാൽ, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, അച്ഛനമ്മ 2 കുട്ടികൾ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരുടെ ജോലിക്ക് പോകണം. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? ചാടി എഴുന്നേറ്റ് ഉടനെ അടുക്കളയിൽ കയറും. പല്ല് തേക്കുകയോ ഒന്നും ചെയ്യില്ല, വേഗം അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുക, കുട്ടികൾക്ക് പകർത്തി വയ്ക്കുക, ഹസ്ബൻഡിനെ പകർത്തി വയ്ക്കുക, ജോലിക്ക് പോവുക. ടൈം തെറ്റി ചെന്ന് കഴിഞ്ഞാൽ ബോസിൻ്റെ മുഖം കാണണം. നമുക്ക് തിരിച്ച് ഭക്ഷണം ശരിയായില്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, ഹസ്ബൻഡിൻ്റെ മുഖം കാണണം. ഇതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യും? ചാടി എഴുന്നേറ്റ് ഉടനെ അടുക്കളയിലേക്ക് പോകും. രാത്രി ലേറ്റായിട്ടാണ് കിടക്കണത്, അത് ഓർക്കണം. പക്ഷേ നമ്മൾ ഇതിനെയൊക്കെ നമ്മളെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് ന്യൂക്ലിയർ ഫാമിലി മാറ്റാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൂട്ടുകുടുംബമാണ് ഏറ്റവും നല്ലത്. അച്ഛനും ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സഹായം ഉണ്ടാവും ആരുടെയെങ്കിലൊക്കെ. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കണമല്ലോ. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കാതെ അവിടെ കിടന്ന് വാമപ്പ് ചെയ്യുക. കുറച്ച് നേരം വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്താൽ കൈയും കാലമൊക്കെ സൈക്കിൾ ഓട്ടർമാതിരി കാണിക്കുക, കുറച്ച് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക, കൈ പൊക്കിയ കാല് പൊക്കിയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞാണ് എഴുന്നേൽക്കേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ മൂലാധാരത്തിൻ്റെ ദേവനാണ് വിനായകൻ. ആദ്യം തന്നെ ഗുരുക്കന്മാരെ, മാതാ പിതാ ഗുരു ദൈവം, ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് വിനായകരേന്ന് പ്രാർത്ഥിക്കണം. വിനായകരെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ലക്ഷ്മിയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓം ശ്രീ മഹാലക്ഷ്മി നമാന്നോ അല്ലെങ്കിൽ കുബേരായ എന്തെങ്കിലുമൊക്കെ ചെല്ലാം. നമുക്കിഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കും.